ഹായ് സ്റ്റുഡൻസ്, ഇത് നമ്മുടെ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസിലെ പാർട്ട് 2 ആണ്. നമ്മുടെ ഫസ്റ്റ് പാർട്ടിന്റെ എൻഡിങ് ആയപ്പോ കുറച്ചൊന്ന് കട്ടായൊക്കെ പോയായിരുന്നു. ഫേസും പോയി, പിന്നെ അവസാനം ഇതും പോയി. പക്ഷെ അത് കംപ്ലീറ്റ് ആയിരുന്നു, അതുകൊണ്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ലായിരുന്നു. ഇത് നമ്മുടെ പാർട്ട് 2 ആണ്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് പഠിക്കാൻ പോണേ. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിപ്പിച്ചതൊക്കെ ഭയങ്കര ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കമന്റ് ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ഭയങ്കര ഈസിയാണ്. ലൈക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ മറക്കുവരെ. ഇപ്പൊ പഠിച്ചിട്ട് ഞാൻ ആ വീഡിയോയിലും പറഞ്ഞു, ഇപ്പൊ പഠിച്ചിട്ടൊരു കാര്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഫുൾ ബൈ ഹാർട്ട് ചെയ്യാനാണ് പ്ലാനിങ്, ഒരു ഡിസംബർ ഒക്കെ തൊട്ട് പഠിച്ചാൽ മതി, അല്ലാണ്ട് കാര്യമില്ല. ഇനി ഫസ്റ്റ് വൺ ആണ്, മാനേജ്മെന്റ് ഇസ് റിക്വയർഡ് നോട്ട് ഫോർ ഇറ്റ് സെൽഫ് ബട്ട് ഫോർ അച്ചീവിംഗ് ദ ഗോൾസ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പൊ മാനേജ്മെന്റ് എന്തിനാ? ദ ടാസ്ക് ഓഫ് എ മാനേജർ ഇസ് ടു ഗിവ് കോമൺ ഡയറക്ഷൻ ടു ദി ഇൻഡിവിജ്വൽ എഫേർട്ട് ഇൻ അച്ചീവിംഗ് ദ ഓവറോൾ ഗോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. നമ്മ മാനേജ്മെന്റ് ആസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ നമ്മൾ പഠിച്ചായിരുന്നു. കുറെ ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് കൂടിയാണ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്, ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെല്ലാം നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ഈ ഓരോ ഇൻഡിവിജ്വൽസിനും ഡയറക്ഷൻ കൊടുക്കണ്ടേ? ഒരു കോമൺ ഡയറക്ഷൻ കൊടുത്താലല്ലേ അവർക്ക് ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ മാനേജ്മെന്റ് ആണ് പ്ലേ ചെയ്യണത് ഒരു ഇമ്പോർട്ടന്റ് റോൾ. Management is required not for itself but for achieving the goals of the organization. The task of a manager is to give a common direction to individual effort in achieving the overall goal of the organization. അതിലാകെ ആ ഒരു അത്രയും പഠിച്ചു വെച്ചാൽ മതി, ഭയങ്കര ഈസിയാണ്. പിന്നെ മാനേജ്മെന്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. മാനേജ്മെന്റ് ഇൻക്രീസസ് എഫിഷ്യൻസി എങ്ങനെ? The aim of a manager is to reduce cost and increase productivity through better planning, organizing, directing, staffing, controlling the activities of the organization. അപ്പൊ നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യണം, ഒരു ഗോൾ ഒക്കെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പാർട്ടി പറഞ്ഞ പോലെ നമുക്കൊരു ഗോൾ ഉണ്ട്, നമ്മൾ ഒരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഇതെല്ലാം മര്യാദക്ക് ചെയ്യണം. ഇപ്പൊ ഒരു കാര്യം നമുക്ക് 2000 ചെയ്യാൻ പറ്റും, പക്ഷെ അത് തന്നെ നമുക്ക് മര്യാദക്ക് പ്ലാൻ ചെയ്ത് അത് 1000 ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള അതിന് ആവശ്യമുള്ള ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് മിനിമം കോസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്താ പ്രോപ്പർ സ്റ്റാഫിങ് എന്ന് വെച്ചാൽ എന്താന്ന് പറഞ്ഞാൽ കറക്റ്റ് ആളെ കറക്റ്റ് പ്ലേസിൽ അപ്പോയിന്റ് ചെയ്യുക. കറക്റ്റ് ആളെ കറക്റ്റ് പ്ലേസിൽ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ മിനിമം കോസ്റ്റിലും മോർ എഫിഷ്യന്റ് ആയിട്ടും, മിനിമം കോസ്റ്റും മോർ എഫിഷ്യന്റ് സെയിം ആണ്, മിനിമം കോസ്റ്റും പക്ഷെ മോർ ഗുഡ് പെർഫോമൻസ്, നല്ല പെർഫോമൻസും അതേ കോസ്റ്റ് തന്നെ ബെറ്റർ പെർഫോമൻസും കിട്ടും. അതാണ് സ്റ്റാഫിംഗ് വെച്ചാൽ എന്താ? റൈറ്റ് പ്ലേസ്, റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പ്ലേസ്. അങ്ങനെ ചെയ്യണമെങ്കിൽ എഫിഷ്യൻസി കൂടും. പിന്നെ കൺട്രോളിങ് എന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ നടക്കണത്, ഇത് കറക്റ്റ് കീപ്പ് ചെയ്യണമെങ്കിൽ എന്താ, നമ്മൾ എന്തെങ്കിലും ഡീവിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും. അത് നമുക്ക് പെട്ടെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് എന്താ അപ്പൊ തന്നെ ഒരു കറക്റ്റീവ് മെഷർ എടുക്കാം, കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ ഓവർ റിസോഴ്സസ് വെറുതെ വേസ്റ്റ് ആവുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മാനേജ്മെന്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. അടുത്താണ് മാനേജ്മെന്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. All organizations have to function in an environment which is constantly changing. It is generally seen that individuals in an organization resist change, as it often means moving from a familiar, secure environment to a newer and more challenging one. Management helps people adapt to these changes so that the organization is able to maintain its competitive edge. So, management is a dynamic function നമ്മുടെ ഫീച്ചേഴ്സിൽ പഠിച്ചായിരുന്നു. അപ്പൊ ഡൈനാമിക് ഫംഗ്ഷനിൽ തന്നെ നമ്മൾ പഠിച്ചായിരുന്നു എന്ത് സംഭവം, നമ്മുടെ എൻവയൺമെന്റ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും, നമ്മൾ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം, മാനേജ്മെന്റ് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം എന്ന് പഠിച്ച്. ഇവിടെ പറയുന്നത് തന്നെയാണ് മാനേജ്മെന്റ് ക്രിയേറ്റ്സ് ഡൈനാമിക് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഇൻഡിവിജ്വൽസ് എന്താ ഒരേ ഒരു മെഷീൻ യൂസ് ചെയ്ത് അവർക്ക് ഫെമിലിയർ ആയി, അവർക്കിപ്പോ ആ മെഷീൻ നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാം. പക്ഷേ മാർക്കറ്റിൽ പുതിയൊരു മെഷീൻ വന്ന് ഇപ്പൊ ചെയ്യുന്നതിനേക്കാളും ഒരു 1 to 2 hours സേവ് ചെയ്യാൻ പറ്റണ ഒരു മെഷീൻ വന്ന്, അപ്പൊ മാനേജ്മെന്റ് എന്താ ചെയ്യണ്ടേ? ആ ഒരു മെഷീൻ വാങ്ങിക്കും. അപ്പൊ ഈ ഒരു എംപ്ലോയീസിനെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു മെഷീൻ യൂസ് ചെയ്യാൻ അവരെ ഫെമിലിയർ ആയിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് അൺഫെമിലിയർ ആയ ഒരു സിറ്റുവേഷനിലേക്ക് ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് പെർsuade ചെയ്യലാണ് എന്ത് മാനേജ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ ഇങ്ങനെ ഇവരെ പെർsuade ചെയ്യണം, ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്, ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം, ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇവർക്ക് അതിനനുസരിച്ച് മാറാൻ പറ്റും. അങ്ങനെ മാനേജ്മെന്റ് ഇവിടെയും ഒരു ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. ഓരോ സിറ്റുവേഷൻ മാറുന്നതനുസരിച്ച് അവിടുത്തെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്തും ടീച്ച് ചെയ്തും പെർsuade ചെയ്തെല്ലാം എന്താ ആ ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻ അനുസരിച്ച് എംപ്ലോയീസിനെയും ചേഞ്ച് ചെയ്യാൻ മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യും. എംപ്ലോയീസ് എപ്പോഴും ഒരു മടി കാണിക്കും,
ഒരറിയാവുന്ന എംപ്ലോയീസ് എന്ന് വെച്ചാൽ എന്താ, നമ്മളായാലും ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും അറിയാത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു മടിയുണ്ടാവും. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ഗ്യാങ്ങിൽ നിന്നും നമ്മൾ അറിയാത്തൊരു ഗ്യാങ്ങിലേക്ക് ഫ്രണ്ട്ഷിപ്പ് വിടാൻ പോവുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഹെസിറ്റേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെ മാനേജ്മെന്റ് എന്താ, പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്ത് അവരെ പുതിയൊരു എൻവയൺമെന്റിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് ഇവിടെ മാനേജ്മെന്റ് ചെയ്യണേ. ഇനി മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് പേഴ്സണൽ ഒബ്ജectives. A manager motivates and leads his team in such a manner that individual members are able to achieve personal goals while contributing to overall organizational objective. അപ്പൊ ഒരു മാനേജർ എന്താണ്, മോട്ടിവേറ്റ് ചെയ്യും, ലീഡ് ഹിസ് ടീം ഇൻ എ സച്ച് എ മാനർ ദാറ്റ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആർ ഏബിൾ ടു അച്ചീവ്. ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന്റെ കൂടെ അവരുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്യാനായിട്ട് എന്താ, ഒരു മാനേജറെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ? ലീഡും മോട്ടിവേറ്റ് എല്ലാം ചെയ്ത്. ത്രൂ മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് ദ മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽ ടു ഡെവലപ്പ് ടീം സ്പിരിറ്റ്, കോപ്പറേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ടു ഗ്രൂപ്പ് സക്സസ്. അപ്പൊ എപ്പോഴും മോട്ടിവേറ്റും ചെയ്ത് പിന്നെ ലീഡർഷിപ്പും കാരണം എന്താ, ടീം സ്പിരിറ്റും കോപ്പറേഷൻ കമ്മിറ്റ്മെന്റും എംപ്ലോയീസിൽ ഉണ്ടാക്കാൻ, ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് എന്താ, ഗ്രൂപ്പ് സക്സസ് തന്നെ കിട്ടും. അടുത്താണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ്. ഇത്ര നേരം പഠിച്ചാർന്ന ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. ഇത് ഭയങ്കര ഈസി അല്ലേ, ജസ്റ്റ് ഒന്ന് മനസ്സിലായാൽ മാത്രം മതി. സിമ്പിൾ അല്ലേ? അടുത്തതിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്താണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ്. എന്താണ് നേച്ചർ? നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് മാനേജ്മെന്റ് ആസ് എ സയൻസ്, മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു സിമ്പിൾ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തം എഴുതാൻ പറ്റും. ഇപ്പൊ മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, ഒരു മിനിറ്റ്. ഓക്കെ, മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്. ആർട്ട് എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ മനസ്സിൽ വിചാരിക്കണം എന്ത്, എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. നമുക്കൊരു തിയററ്റിക്കൽ ആയിട്ട് ഒരു നോളജ് ഉണ്ട്, ബേസ്ഡ് ഓൺ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. ഓരോരുത്തരും അവരുടെ അനുസരിച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഈ ക്രിയേറ്റീവ് ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ ആണ് സംഭവം. ഇനി ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. ഫസ്റ്റ് ആണ് എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. ആർട്ട് presupposes the existence of certain theoretical knowledge. Experts in their respective areas have derived certain basic principles which are applicable to a particular form of art. For example, literature on dancing, public speaking, acting or music is widely recognized. So, ആർട്ടില് ഒരു എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ് ഉണ്ട്. ഓരോ എക്സ്പേർട്ടും അവരുടെ ഇപ്പൊ ഓരോരോ ഏരിയാസിലും ഓരോ എക്സ്പേർട്സ് ഉണ്ട്. ആ എക്സ്പേർട്സ് അവരുടെ റെസ്പെക്റ്റീവ് ഏരിയാസിൽ ഹാവ് ഡിറൈവ്ഡ് certain basic principles which are applicable to a particular form of art. അവരുടെ ആർട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അവർക്ക് ഒരു നോളജ് അവർ എവിടെന്നേലൊക്കെ ഡിറൈവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതാണ് എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. നമുക്ക് ഓൾറെഡി ഒരു അറിവ് ഉണ്ടാവണം. ഇനി അടുത്ത പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ദ യൂസ് ഓഫ് ദിസ് ബേസിക് നോളജ് വേരീസ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ഇപ്പൊ എനിക്കൊരു നോളജ് ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്യുന്നതും എന്റെ കൂടെയുള്ള വേറൊരാൾ യൂസ് ചെയ്യുന്നതും വേറെ വേറെ ആയിരിക്കും. അതാണ് പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. The use of this basic knowledge varies from individual to individual. Art, therefore, is a very personalized concept. For example, 2 dancers, 2 speakers, 2 actors, or 2 writers will always differ in demonstrating their art. ഇപ്പൊ 2 writers ഉണ്ട്, 2 എഴുത്തുകാരുണ്ട്. അവർക്കൊരു സബ്ജക്ട് കൊടുത്താൽ ഒരാൾ എഴുതുന്ന പോലെ തന്നെ ആയിരിക്കും അടുത്ത ആൾ എഴുതുന്നത്? അല്ല. ഇതിനാണ് പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഒരാൾ പോകുന്നത് വേറെ ഒരു എ അപ്രോച്ചിൽ കൂടെ ആയിരിക്കും, മറ്റൊരാൾ പോകുന്നത് ഒരു ബി അപ്രോച്ചിൽ കൂടെ ആയിരിക്കും. പല പല അപ്രോച്ച് ആയിരിക്കും. അപ്പൊ ഇത് ആർട്ട് എന്താ, ഒരു പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. ഇനി based on practice and creativity. All art is practical. Art involves the creative practice of existing theoretical knowledge. We know that all music is based on 7 basic notes. Okay. Art involves creative practice of existing. നമുക്ക് ഉള്ള എക്സിസ്റ്റിംഗ് നോളജ് ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യലാണ് എന്ത്, ആർട്ടിലുള്ളത്. We know that all music is based on 7 basic notes. എല്ലാ മ്യൂസിക്കും ഒരു 7 notes അനുസരിച്ചാണ്. However, what makes the composition of a musician unique or different is his use of these notes in a creative manner, that is entirely his own interpretation. അപ്പൊ എല്ലാ മ്യൂസീഷ്യനും ഒരേപോലെയാണോ? അല്ല. എല്ലാവരും പല പല രീതിയിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇവിടെ എന്താ, പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. ഇവിടെ എന്താ, ഓൾറെഡി ഒരു നോളജ് വേണം. ഈ ഒരു 3 ഐഡിയാസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ പിന്നെ നിങ്ങൾക്ക്
ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ സ്വന്തം എഴുതാൻ പറ്റും, അത്രയ്ക്ക് ഈസിയാണ്. ഇനി മാനേജ്മെന്റും ആർട്ട്, ഇപ്പൊ നമ്മൾ പഠിച്ചത് ആർട്ടാണ്, ആർട്ടിനെ പറ്റിയുള്ളത്. ഇനി മാനേജ്മെന്റും ആർട്ടും തമ്മിലുള്ള ബന്ധം എന്താന്ന് നോക്കാം. എ successful manager practices the art of management in the day-to-day job of managing an enterprise based on study, observation and experience. ഇത് ശ്രദ്ധിച്ചോ, based on study, observation and experience. There is a lot of literature available in various areas of management like marketing, finance and human resources, which the manager has to specialize in. There is existence of theoretical knowledge. നമ്മുടെ ആർട്ടിലെ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. ഇവിടെ അത് തന്നെയല്ലേ ഉള്ളത്, എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. മാനേജേഴ്സ് എന്താ, മാനേജേഴ്സ് ഓരോരോ ഏരിയാസിനും അവർ സ്റ്റഡി ചെയ്യും, ഒബ്സർവ് ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യും, അങ്ങനെ ഒരു നോളജ് അവിടെ ഉണ്ടാക്കിയാണ്. അതുകൊണ്ട് ഇവിടെ എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. അപ്പൊ ആർട്ടിന്റെ ഫസ്റ്റ് കണ്ടീഷൻ, ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, അത് നടന്നു. ഇനി അടുത്തത്, there are various theories of management as propounded by many management thinkers, which prescribe certain universal principles. A manager applies these scientific methods and body of knowledge to a given situation, an issue or a problem in his own unique manner. അപ്പൊ നമ്മ ആർട്ടില് സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു പഠിച്ചേ, ഒന്ന് ഓർത്ത് നോക്കിയേ. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? ഫസ്റ്റ് വൺ എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. അപ്പൊ സെക്കൻഡ് വൺ എന്താ? പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. അതാണ് ഇവിടെ നടക്കണേ. എന്താ? പ്രൊപ്പൗണ്ടഡ് ബൈ മെനി മാനേജ്മെന്റ് തിങ്കേഴ്സ്. വേരിയസ് തിയറീസ് ഉണ്ട്, പല പല തിയറീസ് ഉണ്ട്. പക്ഷേ മാനേജർ അപ്ലൈസ് ദീസ് സയന്റിഫിക് മെത്തേഡ്സ് ആൻഡ് ബോഡി ഓഫ് നോളജ് ടു എ ഗിവൺ സിറ്റുവേഷൻ ആൻഡ് ഇഷ്യൂർ എ പ്രോബ്ലം ഇൻ ഹിസ് ഓൺ യൂണീക് മാനർ. ഇവിടെ എന്താ നടക്കണേ? പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ആണ് കേടാ. ഇപ്പൊ ആർട്ടിന്റെ സെക്കൻഡ് പോയിന്റ് നടന്നു. ഇനി അടുത്തതാണ്, എ ഗുഡ് മാനേജർ വർക്ക്സ് ത്രൂ എ കോമ്പിനേഷൻ ഓഫ് പ്രാക്ടീസ്, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, ഇനിഷ്യേറ്റീവ് ഓർ ഇന്നോവേഷൻ. A manager achieves perfection after long practice. Students of management also applies these principles. അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, ഫസ്റ്റ് ഞാൻ പറഞ്ഞ ആ പോയിന്റ് ആണ് മെയിൻ. ഇനി അടുത്താണ് മാനേജർ. എ മാനേജർ അപ്ലൈസ് ദിസ് അക്വയർഡ് നോളജ് ഇൻ എ പേഴ്സണലൈസ്ഡ് ആൻഡ് സ്കിൽഫുൾ മാനർ ഇൻ ദ ലൈറ്റ് ഓഫ് ദ റിയാലിറ്റീസ് ഓഫ് എ ഗിവൺ സിറ്റുവേഷൻ. നമ്മുടെ തേർഡ് കണ്ടീഷൻ എന്തായിരുന്നു? നമ്മുടെ ആർട്ടിലെ തേർഡ് കണ്ടീഷൻ എന്തായിരുന്നു? ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അതാണ് നമ്മുടെ തേർഡ് കണ്ടീഷൻ. ഇവിടെ എന്താ തേർഡ്? A manager applies this acquired knowledge in a personalized and skillful manner in the light of situation അനുസരിച്ച്. He is involved in the activities of organization, studies critical situations and formulate his own theories for use in a given situation. ഒരു സിറ്റുവേഷനൊക്കെ വന്നാൽ അതിനനുസരിച്ച് അത് ആ ഒരു സിറ്റുവേഷൻ സ്റ്റഡി ചെയ്ത് അതിനനുസരിച്ച് തിയറി ഫോർമുലേറ്റ് ചെയ്ത് യൂസ് ചെയ്യലാണ് എന്ത് ഒരു മാനേജർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്രിയേറ്റീവ് ആപ്ലിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. This give rise to different styles of management. അപ്പൊ ഇവിടെ ഷോർട്ട് ആക്കി പറയണ എന്താ ഉള്ളേ? He is involved in the activities of the organization, studies critical situations and formulate his own theories for use in a given situation. പല പല നോളജ് ഉണ്ടെങ്കിലും അത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ക്രിയേറ്റീവ് ആയിട്ട് അപ്ലൈ ചെയ്യാണ് എന്ത് മാനേജർ ചെയ്യുന്നത്. This gives rise to different styles of management. ഇതിലാകെ ഒരു ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസി അല്ലേ? സിമ്പിൾ അല്ലേ? കമന്റ് ചെയ്യുക. നമുക്ക് ഇനി അടുത്താണ് മാനേജ്മെന്റ് ആസ് എ സയൻസ്. മാനേജ്മെന്റ് ആസ് എ സയൻസ്. ഇപ്പൊ കഴിഞ്ഞ പാർട്ട് നോക്കിയപ്പോഴായിരുന്നു നമ്മുടെ ഫേസ് ഫുൾ ബ്ലർ ആയിട്ടിരിക്കുകയാണ്. ഓരോ വീഡിയോയിലും ഓരോ പ്രശ്നങ്ങളാണ്. കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. മാനേജ്മെന്റ് ആസ് എ സയൻസ്. അപ്പൊ നമ്മൾ ആർട്ടി പഠിച്ച പോലെ തന്നെ ആദ്യം നമുക്ക് സയൻസിനെ പറ്റി പഠിക്കുക, സയൻസ് എന്താന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് മാനേജ്മെന്റ് സയൻസ് തമ്മിൽ എന്താ റിലേഷൻ നോക്കാം. അപ്പൊ സയൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ ആദ്യം നോക്കേണ്ടത് നോക്കാം. സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്, പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ, യൂണിവേഴ്സൽ വാലിഡിറ്റി. ഇതാണ് ഈ മൂന്നെണ്ണമാണ് നിങ്ങളുടെ മനസ്സിൽ സയൻസ് കേൾക്കുമ്പോൾ ആദ്യം തന്നെ വരണ്ടേ. നമ്മൾ ആർട്ട് കേൾക്കുമ്പോൾ എന്താ ആദ്യം വരണ്ടേ? ആ 3 പോയിന്റ്സ്. അതുപോലെ തന്നെ സയൻസ് കേൾക്കുമ്പോൾ ഈ 3 പോയിന്റ്സ് ആണ് വരണ്ടേ. എന്തൊക്കെ? സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്, പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ, യൂണിവേഴ്സൽ വാലിഡിറ്റി. ഇനി ഓരോന്നും എന്തായിട്ടൊന്ന് നോക്കാം. Science is a systematic body of knowledge. Its principles are based on cause and effect relationship. For example, the phenomenon of an apple falling from a tree towards the ground is explained by the law of gravity. Science is a systematized body of knowledge. Its principles are based on cause and effect relationship. Cause and effect relationship എന്താണെന്ന് അറിയോ? ഇപ്പൊ ഞാനൊരു ആക്ഷൻ ചെയ്യണമെങ്കിൽ അതിന്റെ എഫക്ട് എന്താ എന്ന് കാണിക്കുന്നതാണ് എഫക്ട്, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. ഇപ്പൊ ഞാൻ എന്താ പറയാ, ഒരു സിറ്റുവേഷൻ വന്നു, ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ വന്നു, ഇവിടെ ഞാൻ എന്ത് ആക്ഷൻ എടുത്താൽ എന്ത് ഉണ്ടാവണേന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ? നമുക്ക് അതിനെപ്പറ്റി നോളജ് ഉണ്ട്. അതാണ് സയൻസ് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ഇതിൽ നമുക്ക് അറിയാം
ഈ ഒരു ഫിനോമിന യൂസ് ചെയ്ത ഇവിടെ എന്താ നടക്കാൻ പോണേ, ഈ ഒരു ഫിനോമിന ഇവിടെ യൂസ് ചെയ്തില്ലെങ്കിൽ എന്താ നടക്കാൻ പോണേ എന്നെല്ലാം നമുക്ക് അറിയാൻ പറ്റും. മാനേജ്മെന്റ് ആസ് എ സയൻസിൽ നമുക്ക് ഇതാ പഠിക്കാനുള്ളത്. നമുക്ക് പയ്യെ പയ്യെ വരാം. അപ്പൊ സയൻസ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് എന്ന് പറയുമ്പോൾ സയൻസ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്, ഇറ്റ്സ് പ്രിൻസിപ്പിൾസ്. ആ പ്രിൻസിപ്പിൾസ് എങ്ങനെ കണ്ടുപിടിച്ച്? കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. അടുത്തത് പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റേഷൻ. ഈ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് എല്ലാം എങ്ങനെ കണ്ടുപിടിച്ചേക്കണേ? വെറുതെ ആണോ കണ്ടുപിടിച്ചേക്കണേ? അല്ല, എക്സ്പെരിമെന്റ് ചെയ്താണ് കണ്ടുപിടിച്ചേക്കണേ. സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആർ ഫസ്റ്റ് ഡെവലപ്ഡ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് ദെൻ ടെസ്റ്റഡ് ത്രൂ റിപ്പീറ്റഡ് എക്സ്പെരിമെന്റേഷൻ അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്. സയന്റിഫിക് പ്രിൻസിപ്പിൾസ് എന്താ ചെയ്യണേ? ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന എങ്ങനെയാ? അവർ ഒബ്സർവ് ചെയ്യണം, എന്നിട്ട് ആൻഡ് ദെൻ ടെസ്റ്റഡ് ത്രൂ വേരിയസ് റിപ്പീറ്റഡ് എക്സ്പെരിമെന്റേഷൻ. പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഓരോരോ സിറ്റുവേഷനിൽ, ഓരോരോ കൺട്രോൾഡ് സിറ്റുവേഷൻസിൽ വെച്ച്, കണ്ടീഷൻസിലൊക്കെ വെച്ച് ഇതിനെ ടെസ്റ്റ് ചെയ്താണ് ഈ ഓരോ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ് കണ്ടുപിടിക്കണേ. അടുത്തത് യൂണിവേഴ്സൽ വാലിഡിറ്റി. സയന്റിഫിക് പ്രിൻസിപ്പിൾസ് എവിടെയും വാലിഡ് ആണ്. സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഹാവ് യൂണിവേഴ്സൽ വാലിഡിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ. അപ്പൊ എന്താ പറയാ, സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഇന്ത്യയിലെയും യുഎസിലെയും സെയിം ആയിരിക്കുമോ? അല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം സെയിം ആണ്. സയന്റിഫിക് പ്രിൻസിപ്പിൾസ് എല്ലായിടത്തും സെയിം ആണ്. സയന്റിഫിക് പ്രിൻസിപ്പിൾസ് യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട് അവർക്ക്. മനസ്സിലായ? യൂണിവേഴ്സൽ എവിടെ ആയാലും എന്തായാലും സയന്റിഫിക് പ്രിൻസിപ്പിൾസ് യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട്, യൂണിവേഴ്സലി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് ഓക്കെ, ബേസ്ഡ് ഓൺ ഫീച്ചേഴ്സ് വി ക്യാൻ സീ മാനേജ്മെന്റ് ഹാസ് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മാനേജ്മെന്റിൽ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടെന്ന് പറയാം. ഇനി എന്താ നോക്കാം. മാനേജ്മെന്റ് ഹാസ് എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. മറ്റേ സയൻസിൽ എന്താ ഉള്ളത്? ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. അതുപോലെ മാനേജ്മെന്റ് എന്താ ഉള്ളത്? ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്. It has its own theory and principles that have developed over a period of time. Like all other organized activity, management has its own vocabulary of terms and concepts. അപ്പൊ മാനേജ്മെന്റ് സ്വന്തമായിട്ട് തിയറിയും ഉണ്ട്, പ്രിൻസിപ്പിൾസും ഉണ്ട്, ദാറ്റ് ഹാവ് ഡെവലപ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ ഡെവലപ്പ് ചെയ്ത കുറച്ച് തിയറിയും പ്രിൻസിപ്പിൾസും എല്ലാം ഉണ്ട്. Like all other organized activity, management has its own vocabulary of terms and concept. അപ്പൊ ഇതിന് എന്താ മനസ്സിലായി? മാനേജ്മെന്റിനും അതിൻ്റെതായ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് ഉണ്ട്, സയൻസ് പോലെ തന്നെ. For example, all of us discuss sports like cricket and soccer using a common vocabulary. The players also use these terms to communicate with each other. Similarly, managers need to communicate with one another with the help of a common vocabulary for a better understanding of their work situation. അപ്പം ഇപ്പൊ ക്രിക്കറ്റിലായാലും ഫുട്ബോളിലായാലും പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഓരോരോ കീവേഡ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ടാവും. പിന്നെ പ്ലേയേഴ്സ് മാത്രമല്ല, ആ ഒരു ഗെയിമിനെ പറ്റി പറയുമ്പോൾ ഇപ്പം അത് കാണാൻ പോണവരായാലും ഓരോരോ ടേംസ് ഒക്കെ യൂസ് ചെയ്യും. അതേപോലെ മാനേജ്മെന്റിലും മാനേജേഴ്സ് എന്താ യൂസ് ചെയ്യണം? മാനേജേഴ്സിനും അവരുടേതായ വൊക്കാബുലറി ഒക്കെ ഉണ്ട്. ഓക്കെ, അതാണ് മാനേജ്മെന്റ് ഹാസ് എ സിസ്റ്റം ബോഡി ഓഫ് നോളജിൽ പഠിക്കാനുള്ളത്. The principles of management has evolved over a period of time based on repeated experimentation and observation in different types of organization. Management principles repeated science പോലെ തന്നെ repeated ആയിട്ട് experiment ചെയ്ത് develop ചെയ്തതാണ്. However, since management deals with human beings and human behavior, outcomes of these experiments are not capable of being accurate, predicted or replicated. അപ്പൊ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് പോലെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അങ്ങനെ എല്ലായിടത്തും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്ലൈ ചെയ്താൽ തന്നെ ഒരേ റിസൾട്ട് ആയിരിക്കില്ല. കാരണം എന്താ? മാനേജ്മെന്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബീങ്സ് പല പല നേച്ചറുള്ളവർ, പല പല കോംപ്ലക്സ് നേച്ചറുള്ളവരായിരിക്കും. അപ്പൊ ഓരോരുത്തർക്ക് ഇപ്പൊ ഒരാൾക്ക് ഇതാണ് മോട്ടിവേഷൻ എങ്കിൽ, ഒരാൾക്ക് ഇപ്പൊ ഒരു കാർ വാങ്ങിക്കാനാണ് മോട്ടിവേഷൻ എങ്കിൽ ഒരാളുടെ മോട്ടിവേഷൻ എന്തായിരിക്കും? ഒരു ഹൗസ് വെക്കലായിരിക്കും. പലവർക്കും പല പല ഐഡിയാസ്, പല പല വിഷ്, അങ്ങനെ അതൊക്കെയാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആയതുകൊണ്ട്, ഓരോരുത്തരും ഓരോ ടൈപ്സ് ആയതുകൊണ്ട് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. Therefore, management can be called an inexact science. കറക്റ്റ് സയൻസ് അല്ല, പക്ഷെ ഒരു ഇൻഎക്സാക്ട് സയൻസ്. എക്സാക്ട് സയൻസ് അല്ല, പക്ഷെ ഇൻഎക്സാക്ട് സയൻസ്. അതാണ് ഇവിടെ പറയണത്. അടുത്തത്, സിൻസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ നോട്ട് ആസ് എക്സാക്ട് ആസ് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ്, ദർ ആപ്ലിക്കേഷൻ ആൻഡ് യൂസ് ഇസ് നോട്ട് യൂണിവേഴ്സൽ. അപ്പൊ നേരത്തെ നമ്മൾ എന്താ പഠിച്ചേ? ഹ്യൂമൻ ബീങ്സ് ആയിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട് ഇത് എക്സാക്ട് അല്ല, അതേപോലെ തന്നെ നടക്കൂല, ഇൻഎക്സാക്ട് ആണ്. അതുകൊണ്ട് എന്താ since the principles of management are not as exact as the principles of science,
their application and use is not universal. അവരുടെ ആപ്ലിക്കേഷനും യൂസും യൂണിവേഴ്സൽ അല്ല. ആപ്ലിക്കേഷൻ ആൻഡ് they have to be modified according to given situation. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ആ ഒരു പ്രിൻസിപ്പിൾസ് മോഡിഫൈ ചെയ്യണം. However, they provide managers with certain standardized techniques that can be used in different situations. പക്ഷെ എന്നാലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഓരോ ടെക്നിക്സ് അവർക്ക് കൊടുക്കും. എങ്ങനെയൊക്കെ ഈ സിറ്റുവേഷൻസ് ആയിട്ട് ഡീൽ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കൊടുക്കും. ആ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് മോഡിഫൈ ചെയ്ത് ഓരോ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന തരാം മാനേജേഴ്സ് ആണ്. അപ്പൊ മാനേജ്മെന്റ് നമുക്കൊരു ഇൻഎക്സാക്ട് സയൻസ് എന്ന് പറയാം. ഇത്രയാണ് മാനേജ്മെന്റ് ആസ് എ സയൻസ്. ഭയങ്കര ഈസി അല്ലേ? ഇനി അടുത്താണ് മാനേജ്മെന്റ് ആസ് പ്രൊഫഷൻ. ഇത് ഏറ്റവും ഈസി. മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ, നമുക്കത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ആദ്യം. നിങ്ങൾക്ക് ഇപ്പൊ ഒരു അഡ്വക്കേറ്റ് ആവണം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഡോക്ടർ ആവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ആദ്യം ആ ഒരു ഏരിയനെ പറ്റി പഠിക്കണ്ടേ? അതിലെന്തൊക്കെയാ ഉള്ളത്, അതിനെ പറ്റിയുള്ള എല്ലാ നോളജും വേണ്ടേ? പിന്നെ നോളജ് ഒക്കെ കിട്ടി, എല്ലാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ജോലിയിലേക്ക് കയറാൻ പറ്റുമോ? ഇപ്പൊ ഡോക്ടർ ആവണമെങ്കിലും അതോ അഡ്വക്കേറ്റ് ആവണമെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ജോബിലേക്ക് കയറാൻ പറ്റുമോ? ഇല്ല. അങ്ങോട്ടുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. ഓരോരോ എക്സാമിനേഷൻസ് പാസ് ചെയ്ത് ഓരോരോ ഡിഗ്രീസ് ഒക്കെ എടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ജോബിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തത്, ഓക്കെ, ജോബിൽ കയറി കഴിഞ്ഞാൽ പിന്നെന്താ, വേറെന്താ ഉള്ളേ? പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടാവൂലേ? ആ ജോബിനകത്ത് തന്നെ ഉള്ളവരെല്ലാരും, ആ ഒരു ഏരിയയിലുള്ളവരെല്ലാരും ഒരു അസോസിയേഷൻ ഫോം ചെയ്യൂലേ? അങ്ങനെ ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടാവും. പിന്നെ അത് കഴിയുമ്പോ ആ ഒരു ജോബിലുള്ളവർക്ക് കുറച്ച് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ ഉണ്ടാവൂലേ? ഓരോ ഇപ്പൊ ഒരു അഡ്വക്കേറ്റിന്റെ കാര്യമാണെങ്കിൽ ടുവേർഡ്സ് ക്ലൈന്റ് എങ്ങനെ ബിഹേവ് ചെയ്യണ്ടേ, ടുവേർഡ്സ് കോർട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണ്ടേ, അങ്ങനെയെല്ലാം കുറച്ച് കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവൂലേ? പിന്നെ അതും കഴിഞ്ഞ് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. ഇനി അവരുടെ മോട്ടീവ് എന്താ? ഇപ്പൊ അഡ്വക്കേറ്റ് ആണെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യലല്ലേ മോട്ടീവ്. അങ്ങനെ ഓരോ ജോബിനും ഓരോരോ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പ്രൊഫഷന്റെ കാര്യം, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോണേ. അപ്പൊ പ്രൊഫഷന്റെ ബേസിക് ഐഡിയ ജസ്റ്റ് ഒന്ന് കിട്ടിയില്ലേ? ആദ്യം എന്താ, വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് അല്ലേ? അതെ, കാരണം നമുക്കൊരു നോളജ് വേണം. വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. ഓൾ പ്രൊഫഷൻസ് ആർ ബേസ്ഡ് ഓൺ എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് that can be acquired through instruction. ആദ്യം വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്, നമുക്ക് നോളജ് വേണം. അടുത്തത് റെസ്ട്രിക്റ്റഡ് എൻട്രി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡിഗ്രി ഡിഗ്രി അല്ലെങ്കിൽ ഡയറക്റ്റ് ആ നോളജ് കിട്ടിയെന്ന് പറഞ്ഞ് കയറാൻ പറ്റുമോ? ഇല്ല. The entry to a profession is restricted through an examination or through an acquiring an education degree. For example, to become a chartered accountant in India, a candidate has to clear a specified examination conducted by the Institute of Chartered Accountants of India. അപ്പൊ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെങ്കിൽ എന്താ, ആ ഒരു എക്സാമിനേഷൻ പാസ്സായാൽ മാത്രമാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ പറ്റുള്ളൂ. അടുത്തത് പ്രൊഫഷണൽ അസോസിയേഷൻ. All professions are attained to a professional association which regulates entry, grants certificate of practice, formulates and enforces code of conduct. ഇവർക്ക് എല്ലാവർക്കും ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ഉണ്ടാവും. ഈ പ്രൊഫഷണൽ അസോസിയേഷൻ ആണ് ഇവരെങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത്, ഇവർക്ക് എൻട്രി കൊടുക്കുന്നത്, ഇവർക്ക് എന്താ പ്രാക്ടീസ് ചെയ്യാനുള്ള അതോറിറ്റി കൊടുക്കുന്നത് എല്ലാം ഈ പ്രൊഫഷണൽ അസോസിയേഷൻ ആണ്. To be able to practice in India, lawyers have to become members of the Bar Council which regulates and controls their activities. ഇന്ത്യയിൽ ലോയർ ആവണമെങ്കിൽ എന്താ, അഡ്വക്കേറ്റ് ആവണമെങ്കിൽ എന്താ, ബാർ കൗൺസിൽ മെമ്പർ ആയിരിക്കണം. പിന്നെ അടുത്താണ് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. All professions are bound by a code of conduct which guides the behavior of its members. All doctors, for example, take the oath of ethical practice at the time they enter the profession. ഓരോ പ്രൊഫഷനും എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്, അവർ ബിഹേവ് ചെയ്യേണ്ട ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ ഉണ്ട്. അതാണ് അത്രേ ഉള്ളൂ. അടുത്താണ് സർവീസ് മോട്ടീവ്. The basic motive of a profession is to serve their clients' interest by rendering dedicated and committed service. ഒരു പ്രൊഫഷന്റെ ജോബ് എന്താ, ഒരു പ്രൊഫഷന്റെ എയിം എന്താ? ഇപ്പൊ ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ എന്താ, അവരുടെ ക്ലയന്റിന് ജസ്റ്റിസ് വാങ്ങിച്ചു കൊടുക്കാം. ഒരു ഡോക്ടർ ആണെങ്കിൽ എന്താ, അവരുടെ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അതാണ് ഡോക്ടർ ചെയ്യുന്നത്. ജസ്റ്റിസ് കൊടുക്കലാണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ മോട്ടീവ്. അപ്പൊ ഇവരുടെ മോട്ടീവ് എന്താ, സർവീസ് മോട്ടീവ് ആണ്. ഇപ്പൊ തന്നെ പ്രൊഫഷൻ ഒരു നല്ല അടിപൊളി ഐഡിയ കിട്ടിയില്ലേ? ഇനി അടുത്തതാണ് മാനേജ്മെന്റ് പ്രൊഫഷൻ ആയിട്ട് എങ്ങനെ റിലേഷൻ. Management does not meet the exact criteria of profession. However, it does have some of the features of a profession. Overall, അപ്പൊ ഫസ്റ്റ് ഐഡിയ എന്തായിരുന്നു, ഫസ്റ്റ് പ്രിൻസിപ്പൾ എന്തായിരുന്നു ഇത്? ഫസ്റ്റ് എന്തായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായിരുന്നു മറന്നുപോയല്ല.
സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ്. അപ്പൊ ഇവിടെ എന്താ അല്ല വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആണ്. All over the world, there is a marked growth in management as a discipline. It is based on a systematic body of knowledge comprising well-defined principles based on variety of business situations. അപ്പം മാനേജ്മെന്റിലും ഈ ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടോ? വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ടോ? ഉണ്ട്. These knowledge can be acquired at different colleges and professional institutes and through a number of books and journals. The subject of management is taught at different institutions. Some of these have been set up with the specific purpose of providing management education, such as the Indian Institute of Management. ഇങ്ങനെ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇവർക്ക് നോളേജ് ഒക്കെ കൊടുക്കുന്നത്. ആയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പല കോളേജസ് ഉണ്ട്, പല എഡ്യൂക്കേഷൻ സംഭവങ്ങളുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. ഇനി അത് കഴിഞ്ഞു അടുത്താണ് there is no restriction on anyone being designated or appointed as manager in business enterprise. അപ്പൊ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? പ്രൊഫഷണലിന്റെ സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? റെസ്ട്രിക്റ്റഡ് എൻട്രി ആണെന്ന്. പക്ഷെ ഇവിടെ ഒന്ന് നോക്കി, മാനേജ്മെന്റിൽ റെസ്ട്രിക്റ്റഡ് എൻട്രി ആണോ? there is no restriction on anyone being designated or appointed as a manager in any business enterprise. Anyone can be called a manager irrespective of the educational qualification possessed. Unlike professions such as medicine or law, this requires a practicing doctor or lawyer to possess valid degree. Nowhere in the world is mandatory for a manager to possess any such. Okay, നമ്മുടെ അഡ്വക്കേറ്റിനായാലും ലോയേഴ്സിനായാലും അതോ ഡോക്ടേഴ്സിനായാലും ഇവർക്ക് എല്ലാവർക്കും ആ ഒരു ഡിഗ്രി വേണം പ്രാക്ടീസ് ചെയ്യാൻ. പക്ഷെ മാനേജേഴ്സിന് അതൊന്നും ആവശ്യമില്ല. വേൾഡിലെങ്ങും ഇതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഒരു ബേസിക് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ ഫാദർ ഇപ്പൊ ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 18 ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫാദർ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ബിസിനസ്സിലേക്ക് കയറാം, ആ ബിസിനസിന്റെ മാനേജർ ആവാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. But professional knowledge and training is considered to be desirable qualification since there is a greater demand for those who possess degree or diplomas from reputed institutions. There are such the second criteria has not been strictly met. അപ്പൊ സെക്കൻഡ് ക്രൈറ്റീരിയൻ സ്ട്രിക്ട്ലി മീറ്റ് ആയിട്ടില്ല. എന്തുകൊണ്ടാ? റെസ്ട്രിക്റ്റഡ് എൻട്രി അല്ല. മറ്റേ പ്രൊഫഷണൽ എന്താ? റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്ലിയർ ആയി. ഇനി തേർഡ് വൺ ആണ് നമ്മുടെ പ്രൊഫഷണൽ എന്തായിരുന്നു? തേർഡ് വൺ എന്തായിരുന്നു? പ്രൊഫഷണൽ അസോസിയേഷൻ. ഇനി മാനേജ്മെന്റ് ഇത് എങ്ങനെ നോക്കാം? There are several associations of practicing managers in India, like AIMA, All India Management Association, has laid down a code of conduct to regulate the activities of their members. There is, however, no compulsion for managers to be members of such an association, nor does it have a statutory backing. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഈ മാനേജേഴ്സിന് നിർബന്ധമായിട്ടും ഈ അസോസിയേഷനിൽ കയറണമെന്നില്ല. പക്ഷെ നമുക്ക് അസോസിയേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നിർബന്ധമായിട്ട് കയറണമെന്നില്ല. ഈ ഒരു അസോസിയേഷന് സ്റ്റാറ്റ്യൂട്ടറി ബാക്കിങ്ങും ഇല്ല. സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് എന്ന് വെച്ചാൽ ലോ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യണില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, the basic purpose of management is to help the organization achieve its stated goal. This may be profit maximization for a business enterprise and service for a hospital. അപ്പൊ ഒരു ബേസിക് പർപ്പസ് ഓഫ് മാനേജ്മെന്റ് എന്താ? ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യണമെന്ന. ഇവിടെ സർവീസ് മോട്ടീവ് അല്ല. പ്രൊഫഷണൽ എന്താ? നമ്മുടെ സർവീസ് മോട്ടീവ് ആണ്. അപ്പൊ basic purpose of management is to help the organization achieve its stated goal. This may be profit maximization for a business enterprise and service for a hospital. However, profit maximization as objective of management does not hold true and fast changing. Therefore, if an organization has a good management team that is efficient and effective, it automatically serves society by providing good quality product at reasonable prices. ഇതാണ് സർവീസ് മോട്ടീവ് മാനേജ്മെന്റ് ആയിട്ടുള്ള റിലേഷൻ. ഇപ്പൊ മാനേജ്മെന്റും പ്രൊഫഷനും തമ്മിലുള്ള റിലേഷൻ അത്യാവശ്യം നന്നായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഭയങ്കര ഈസി മനസ്സിലാക്കിയാൽ പോരെ. പ്രൊഫഷൻ എന്താന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മാനേജ്മെന്റിലും പ്രൊഫഷനിലും എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്തൊരു ഈസിയാ. ഇപ്പൊ ഒരു വലിയൊരു പാർട്ട് അങ്ങ് കഴിയും. ഇനി അടുത്താണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് നിങ്ങളൊന്ന് ഒരാശം കേട്ടാൽ നിങ്ങൾക്ക് ഫുള്ള് ഓർമ്മ കിട്ടും. അത്രയ്ക്ക് സിമ്പിൾ സംഭവം. റെക്കോർഡ് ആവുന്നുണ്ട്. ഓക്കെ. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഭയങ്കര ഈസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ഒരാശം കേട്ടാൽ മതി. അപ്പൊ ഇത് 3 ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ആണ് ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ് ഉണ്ടാവും, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ഒരു മാനേജ്മെന്റ് ഉണ്ടാവും. മിഡിൽ മാനേജ്മെന്റ് ഉണ്ടാവും, ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇതൊരു മാനേജ്മെന്റ് ഉണ്ടാവും. പിന്നെ ഈ ലോവർ ലെവൽ അല്ലെങ്കിൽ എന്താ സൂപ്പർവൈസറി ഓർ ഓപ്പറേഷണൽ മാനേജ്മെന്റ് ഉണ്ടാവും. ഈ 3 എണ്ണത്തിനെ പറ്റിയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഭയങ്കര ഈസിയാണ്. ടെക്സ്റ്റിലെ പോയിന്റ്സ് ആണ്, ഡയറക്റ്റ് നിങ്ങൾ പഠിച്ചോ. The top management consists of senior most executives of the organization by whatever name they are called. അവരെന്ത് പേര് വെച്ച് പറഞ്ഞാലും ഈ ടോപ്പ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ചെയ്യുന്നത് ആരൊക്കെ? അവിടുത്തെ സീനിയർ
മോസ്റ്റ് എക്സിക്യൂട്ടീവ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അവർ യൂഷ്വലി പറയുന്നത് ആരൊക്കെയാ? ചെയർമാൻ എന്ന് പറയും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയും, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്ന് പറയും, പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് എന്ന് പറയും. ടോപ്പ് മാനേജ്മെന്റ് ഇസ് എ ടീം കൺസിസ്റ്റിംഗ് ഓഫ് ഫ്രം ഫങ്ഷണൽ ലെവൽസ്, ഹെഡിങ് മാർക്കറ്റിംഗ് എക്സെട്ര. അപ്പൊ ഈ ടോപ്പ് മാനേജ്മെന്റിൽ ഒക്കെയാ ഉള്ളത്? ഇത് കൺസിസ്റ്റ് ചെയ്യുന്നത് ആരൊക്കെയാ? മാനേജ് ഡിഫറെന്റ് ഫങ്ഷൻ ലെവൽസ്, പല പല ഫങ്ഷണൽ ലെവൽസ്, ഇപ്പൊ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, എല്ലാം ഉള്ള മാനേജേഴ്സ് ഈ ടോപ്പ് മാനേജ്മെന്റിൽ ഉള്ളത്. ഫോർ എക്സാമ്പിൾ ചീഫ് ഓഫീസർ, വൈസ് പ്രസിഡന്റ്, their basic task to integrate diverse elements and coordinate the activities of different departments. ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. These top level managers are responsible for welfare and survival of organization. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും മെയിൻ പോയിന്റ് ആണ്. ഈ managers ആണ് ഗ്രോത്ത് reason. These top levels are responsible for the welfare and survival of the organization. They realize the business environment and implication for the survival of the firm. അവർ ബിസിനസ് അനലൈസ് ചെയ്യുന്നതും അതിന് ഇംപ്ലിക്കേഷൻ സർവൈവൽ ചെയ്യണ എന്തെങ്കിലും ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. They follow the overall organization goals and strategies for the achievement. They are responsible for all aspects of the business and for its impact on. ഇവരാണ് ഈ ഒരു ബിസിനസ് കാരണം എന്തുണ്ട് ഇതിൽ റെസ്പോൺസിബിൾ ആരാ? ടോപ്പ് ലെവൽ മാനേജർ ആണ്. ടോപ്പ് ലെവൽ മാനേജർ ആണ് ഫുള്ളി റെസ്പോൺസിബിൾ ആണ്. The job of top management manager is stressful and demanding low hours and commitment to the organization. ടോപ്പ് മാനേജറിന്റെ മാനേജറിന്റെ ഭയങ്കര കോംപ്ലക്സ് ആണ്, സ്ട്രെസ്ഫുൾ ആണ്, പിന്നെന്താ ഡിമാൻഡിങ് ലോ ആൻഡ് കമ്മിറ്റ്മെന്റ് ടു ദ ഓർഗനൈസേഷൻ. അവരുടെ ഓർഗനൈസേഷനോട് കമ്മിറ്റ്മെന്റ് വേണം, പിന്നെ ലോങ് ഓഫ് വർക്കിംഗും വേണം. അപ്പൊ ടോപ്പ് ലെവൽ എന്ത് ഈസിയാണ്, ഭയങ്കര ഈസി. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ പോരെ എന്താ ഇവര് സീനിയർ മോസ്റ്റ് എക്സിക്യൂട്ടീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇവരെ പറയുന്നത് ചെയർമാൻ, അങ്ങനെയൊക്കെയാണ്. ഇവർ എന്താ ആരൊക്കെയാ? ഓരോ ഫങ്ഷണൽ ലെവൽസിലെ ഹെഡ് അല്ലെങ്കിൽ ആണ്. പിന്നെ ഇവരാണ് ബേസിക് ടാസ്ക് ഇന്റഗ്രേറ്റ്, അവരുടെ ഡൈവേഴ്സ് എലമെന്റ്സ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു ഓർഗനൈസേഷൻ സർവൈവൽ എല്ലാം എന്താ ആരെയാ? ടോപ്പ് ലെവൽ മാനേജേഴ്സിനെയാണ്. ഇവരാണ് എല്ലാ കാര്യങ്ങളും ഈ ബിസിനസ് എൻവയറൺമെന്റ് എല്ലാം അനലൈസ് ചെയ്യുന്നതും ഇതിന്റെ ഇംപ്ലിക്കേഷൻ എല്ലാം മനസ്സിലാക്കുന്നതും. ഇവര് ഓരോ കാര്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്, അവരുടെ ഓരോ ടാസ്ക് ഫോർമുലേറ്റ് ചെയ്യുന്നത് എല്ലാം ആരാ? ടോപ്പ് മാനേജ്മെന്റ് ആണ്. ഇവരാണ് മൊത്തം റെസ്പോൺസിബിൾ. ഈ ഒരു ബിസിനസിന് എന്ത് കാര്യം ഉണ്ടെങ്കിലും റെസ്പോൺസിബിൾ ആരാ? ഈ ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്. എന്തൊരു ഈസിയാ, സിമ്പിൾ അല്ലേ? അടുത്തത് മിഡിൽ മാനേജ്മെന്റ്. മിഡിൽ മാനേജ്മെന്റ് ലിങ്ക് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ലോവർ മാനേജേഴ്സ്. Subordinate to top managers and superior to first line managers. അപ്പൊ മിഡിൽ മാനേജർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതാണ് ടോപ്പ് മാനേജ്മെന്റ്. ടോപ്പ് മാനേജ്മെന്റ് അടിയിലാണ് മിഡിൽ മാനേജ്മെന്റ് വരുന്നത്. മാനേജ്മെന്റ് അടിയിൽ സൂപ്പർവൈസർ തന്നെ. അപ്പൊ ഇവർ രണ്ടിന്റെ മിഡിൽ ആയിട്ടാണ് മിഡിൽ മാനേജർ വരുന്നത്. ടോപ്പ് മാനേജ്മെന്റിന്റെ സബോർഡിനേറ്റും സൂപ്പർവൈസറി മാനേജ്മെന്റിന്റെ സുപ്പീരിയറും ആണ് ആര്? മിഡിൽ മാനേജ്മെന്റ്. ഇവരാണ് ലിങ്ക് ആരുടെ? ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെയും സൂപ്പർവൈസറി ലെവൽ മാനേജ്മെന്റിന്റെയും ലിങ്ക് ആരാ? ഉള്ള കണക്ഷൻ ആരാ? മിഡിൽ മാനേജ്മെന്റ് ആണ്. Middle management is a link between top and lower level managers. They are subordinate to top managers and superior to the first line managers. They are usually known as division heads. For example, production manager. Management is responsible for implementing and controlling plans and strategies developed by. Okay, ഈ മിഡിൽ മാനേജ്മെന്റ് ആണ് ഓരോ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ടാക്കുന്ന പ്ലാൻസും എല്ലാം സ്ട്രാറ്റജീസ് എല്ലാം ഇംപ്ലിമെന്റ് ആരാ? ഈ മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. At the same time, they are responsible for all the activities of first line managers. First line managers ന്റെ എല്ലാ ആക്ടിവിറ്റീസും റെസ്പോൺസിബിൾ ആരാ? ഈ ഒരു മിഡിൽ മാനേജ്മെന്റ് ആണ്. Their main task is to carry out the plans formulated by the top managers. ഇവരുടെ മെയിൻ ടാസ്ക് എന്താ? ഓരോ ടോപ്പ് മാനേജേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ് ഉണ്ടാക്കിയ ടാസ്ക് ക്യാരി ഓൺ ചെയ്യലാണ് ഇവരുടെ മെയിൻ ടാസ്ക്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യല്, ക്യാരി ചെയ്യുന്നതെല്ലാമാണ് ഇവരുടെ മെയിൻ ടാസ്ക്. ഇനി ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് ടെക്സ്റ്റിൽ കണ്ടപ്പോ ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് ഒട്ടും ഇമ്പോർട്ടന്റ് അല്ല, നോക്കണ്ടെന്ന് വിചാരിച്ച്. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുമ്പോൾ കാണാം വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ എഴുതേണ്ട ആൻസർ ആണ് ഇത്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, അത് ഭയങ്കര ഈസിയാണ്. ഫസ്റ്റ്, ഇന്റർപ്രറ്റ് ദ പോളിസീസ് ഫ്രെയിംഡ് ബൈ ടോപ്പ് മാനേജ്മെന്റ്. ടോപ്പ് മാനേജ്മെന്റ് ഉണ്ടാക്കിയ പോളിസീസ് എല്ലാം ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആരാ? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്.
അടുത്തത് ensure that their department has necessary personnel. അവരുടെ ഡിപ്പാർട്ട്മെന്റിന് അവർക്ക് കൊടുത്തിരിക്കുന്ന ഫങ്ഷൻസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ആൾക്കാരുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് ആരുടെ ടാസ്കാ? മിഡിൽ മാനേജ്മെന്റിനാണ്. അടുത്തത് അസൈൻ നെസസറി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു ദം. അവർക്ക് ആവശ്യമുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റി എല്ലാം അസൈൻ ചെയ്യുന്നത്. അസൈൻ നെസസറി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ദം. പിന്നെ മോട്ടിവേറ്റ് ദം ടു അച്ചീവ് ഡിസൈർഡ് ഒബ്ജക്റ്റീവ്സ്. ഈ മിഡിൽ മാനേജ്മെന്റ് ആണ് മോട്ടിവേറ്റ് ചെയ്യുന്നതും ടു അച്ചീവ് ഡിസൈർഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ. അറ്റ് ദ സെയിം ടൈം they are responsible for the activities of the first line managers. ഇതിലെ ചില പോയിന്റ്സ് ഒക്കെ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത് തന്നെയായിരുന്നു. ഭയങ്കര ഈസിയല്ല. ഇതിലൊരു നാലഞ്ചെണ്ണം ഉള്ളൂ. അത്രയും പഠിച്ചാൽ പോരെ, സിമ്പിൾ. അടുത്താണ് സൂപ്പർവൈസറി ഓർ ഓപ്പറേഷണൽ മാനേജ്മെന്റ്. സൂപ്പർവൈസറി ഓർ ഓപ്പറേഷണൽ മാനേജ്മെന്റ് നമ്മൾ പഠിച്ച മിഡിൽ മാനേജ്മെന്റ് ടോപ്പ് മാനേജ്മെന്റിന്റെയും സൂപ്പർവൈസറിയുടെയും ലിങ്ക് ആണ്. അപ്പൊ തന്നെ നമുക്ക് അറിയാം സൂപ്പർവൈസറിയുടെ ലെവൽ ഏതാണ്, ഏറ്റവും ലോവസ്റ്റ് ആണ്.